ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽ എം തിങ്. നമ്മൾ എന്ന 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അതായത് വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് 36-ലെ ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ചോദ്യം വായിച്ചേ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഇസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ? അതായത് ചിത്രത്തിൽ ഒരു കോൺ കാണാം, ഇവിടെ ഒരു ആർക്ക് കാണാം. ഈ ആർക്ക് ഈ വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആർക്ക് വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് സെൻട്രൽ ഉണ്ട്, സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഞാൻ മാർക്ക് ചെയ്യാണ്, സെൻട്രൽ ആംഗിൾ വരയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ പഠിച്ചോണ്ട് ഇഫ് യു ജോയിൻ ദ എൻഡ്സ് ഓഫ് ആൻ ആർക്ക് ടു എ പോയിന്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഈ സർക്കിൾ ഉണ്ടാകുന്ന ആംഗിൾ എങ്കിൽ സെൻട്രൽ ആംഗിൾ അതിന്റെ ഇരട്ടിയായിരിക്കും. ഇതിന്റെ പകുതിയാണ് 40 എങ്കിൽ ഇത് എത്രയായിരിക്കും? 80 ആയിരിക്കത്തില്ലേ? ഇതിന്റെ കേന്ദ്രകോണിന്റെ പകുതി 40 ആകുമ്പോൾ കേന്ദ്രകോൺ എന്തായിരിക്കും? അതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ നമുക്ക് സെൻട്രൽ ആംഗിൾ നമുക്ക് എന്താ കിട്ടും? സെൻട്രൽ ആംഗിൾ 2 into 40 equals 80 ഡിഗ്രി. അപ്പൊ നമ്മള് പഠിച്ച പ്രോപ്പർട്ടി ഓർമ്മിക്കാൻ ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതാം. ഇഫ് we join the ends of an arc to a point on the circle we get half the central angle. ചുരുക്കം ഇതാണ്. എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന കോൺ, അതായത് ഈ ആർക്കിന്റെ ഭാഗം ഒഴിച്ചുള്ള ബാക്കി ഭാഗം, ഇത് മൈനർ ആർക്ക് എന്ന് പറയും, ഇത് മേജർ ആർക്ക്. ഈ ആർക്കിൽ ഉണ്ടാകുന്ന കോൺ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. അപ്പൊ കേന്ദ്രകോൺ ഇതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ നമ്മളിവിടെ കേന്ദ്രകോൺ എഴുതി. ഇനി നമുക്ക് ഇത് എത്ര ഭാഗമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഒരു വൃത്തത്തിന്റെ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്രയാ കിട്ടിയെന്ന്? 40 ആകുമ്പോ ഇവിടെ 80. അപ്പൊ ഇത് മൊത്തം എത്ര? 360 അല്ലേ? 80 360ന്റെ എത്ര ഭാഗമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇവിടെ ഇതാ ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് ഈക്വൽസ് സെൻട്രൽ ആംഗിൾ എത്ര? 80 by 360 ഈക്വൽസ് 0 വെട്ടിപ്പോവും. പിന്നെ നമുക്ക് 4 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 4 2 8. ഇവിടെ എത്ര കിട്ടും? 4 ഉണ്ടാകുമ്പോ ഇവിടെ 9. 4 9 36, 4 2 8. ഈ രീതിയില് ചെറുതാക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 2/9 part. What fraction of the circle is arc? Arc is 2/9 of the circle. Okay, മനസ്സിലായോ? ഈ ആർക്കിന്റെ നീളം എന്ന് പറയുന്നത് ഈ മൊത്തം വൃത്തത്തിന്റെ 9/2 ഭാഗമാണ്. എന്താണ് മൊത്തം വൃത്തം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി, അതായത് വൃത്തത്തിന്റെ സർക്കംഫറൻസ് ചുറ്റളവ് 360 ഡിഗ്രിയാണ്. അത് എന്ന് പറയുന്നത് ഈ ആർക്ക് എത്ര ഭാഗമായിട്ട് ഭാഗിച്ചിരിക്കുന്നു? 2/9, 9/2 ഭാഗമാണ് നമ്മൾ കാണിച്ചിരിക്കുന്ന ആർക്ക്. ഈ ആർക്കിന്റെ വൃത്തത്തിലുണ്ടാകുന്ന കോണളവ് എത്രയായിരിക്കും? 40ഉം കേന്ദ്രകോൺ 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി നമ്മള് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യത്തില് 3 ചിത്രങ്ങളാണുള്ളത്.
അപ്പം ഈ കോണാകൃതിയിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. അതൊരു വയറാണ്. അതും ഒരു വയറ് ബെൻഡ് ചെയ്ത് ആ ആകൃതിയില് കോണാകൃതിയിൽ വെച്ചിരിക്കുകയാണ്. When the corner of a bent wire was placed at the center of a circle, ആദ്യത്തെ പടത്തില് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചിരിക്കുന്നു. Center of the circle, 1/10 of the circle was contained within it. ഇതിനകത്ത് വൃത്തത്തിന്റെ 10ൽ1 ഭാഗം എന്താണ്? ഇതിന്റെ അകത്താണ്. നമ്മൾ ബെൻഡ് ചെയ്ത വയറിനുള്ളില് 10ൽ1 ഭാഗം വന്നിട്ടുണ്ട്. If the corner of this wire is placed on the point on the circle, അപ്പൊ രണ്ടാമത്തെ പടത്തില് ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന? കേന്ദ്രത്തിൽ നിന്ന് മാറ്റി ഇത് വലിച്ചു നീട്ടി എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? സർക്കിളിലെ ഒരു പോയിന്റില് കൊണ്ട് വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വൃത്തത്തിൽ ഈ ഭാഗമാണ് എന്താണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വുഡ് ഇറ്റ് കണ്ടെയ്ൻ? സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഈ വയറിനുള്ളിൽ വരുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കി. ഈ 2 വൃത്തങ്ങളും അല്ലാതെ മറ്റൊരു വൃത്തത്തിലാണ് ആ വയർ കൊണ്ട് വെച്ചിരിക്കുന്നത്. അവിടെയും വൃത്തത്തിനുള്ളിൽ വരുന്ന ഭാഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചിത്രത്തില് ആംഗിൾ അറ്റ് ദ കോർണർ ഓഫ് ദ വയർ കണ്ടുപിടിക്കാം. ഈ കോർണർ ഇവിടെയാണ്, സെൻട്രലാണ് ഇരിക്കുന്നത് അല്ലെ? അതായത് സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. Angle at the corner of the wire, that is central angle. അതെന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. That is central angle is equal to എത്ര? ഒരു വൃത്തത്തിന്റെ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് മൊത്തം എത്ര? 360 ഡിഗ്രി അല്ലേ? നമുക്ക് ഈ ഭാഗം മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായത് 1/10 of 360 equals 36 ഡിഗ്രി. അപ്പൊ ഇവിടെ നമുക്ക് 36 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇത് ഫസ്റ്റ് പിക്ചറിന്റെ കാര്യമാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോകാം. ഈ രണ്ടാമത്തെ ചിത്രത്തില് ഇവിടെ എത്രയാണ്? ഈ 36 ഡിഗ്രി അല്ലേ ഇവിടെയും? അതെ, ഈ 36 ഡിഗ്രിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സെൻട്രൽ ആംഗിള് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ സെൻട്രൽ ആംഗിൾ വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 36ന്റെ ഡബിൾ അല്ലെ? 72 ഡിഗ്രി. ഇനി ഈ 72 ഡിഗ്രി 360ന്റെ എത്ര ഭാഗമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 72 ഡിഗ്രി 360ന്റെ എത്ര ഭാഗം? അപ്പം നമുക്ക് അത് എഴുതാം. ഞാനിപ്പം ആദ്യത്തെ ചിത്രം അങ്ങ് മായ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മനസ്സിലായല്ലോ. രണ്ടാമത്തെ സെക്കൻഡ് ഫിഗറില് ഫ്രാക്ഷൻ ഓഫ് ആർ ബിറ്റ്വീൻ ദ വയർ അത് എഴുതാം. ഇൻ സെക്കൻഡ് ഫിഗർ, നേരത്തെ ഫസ്റ്റ് ഫിഗർ ആണ് കണ്ടുപിടിച്ചത്. സെക്കൻഡ് ഫിഗർ, ഫ്രാക്ഷൻ ഓഫ് ദ ആർ ബിറ്റ്വീൻ വയർ. അപ്പൊ ഇതങ്ങ് മായ്ക്കാമല്ലോ അല്ലെ? ബിറ്റ്വീൻ ദ വയർ ഈക്വൽസ് സെൻട്രൽ ആംഗിൾ ബൈ 360. എത്ര വരും? നമുക്ക് കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/5 എന്ന് ആൻസർ കിട്ടും. 72 × 5 is 360 ഡിഗ്രി. അതുപോലെ നമുക്ക് എന്താണ് മൂന്നാമത്തെ ചിത്രത്തിലും ഇതുപോലെ എത്ര ഭാഗം? ഇതിപ്പോ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? 1/5 എന്ന് കിട്ടി. അപ്പൊ മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ചിത്രം, ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കാം. മൂന്നാമത്തെ ചിത്രത്തില് ഇവിടുത്തെ പോലെ തന്നെയാണ്. ഇവിടെ 36 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കേന്ദ്രം എത്ര? 72. അപ്പൊ നമുക്ക് എഴുതാം. തേർഡ് ഫിഗർ fraction of the arc between the
between the wire equals 72/360 1/5. അവിടെ നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടി? 1/5 എന്ന് കിട്ടി. അപ്പം രണ്ട് ചിത്രത്തില് 1/5, ആദ്യത്തെ നമുക്ക് 36 ഡിഗ്രിയുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പം ഈ എക്സസൈസിലെ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ള പോർഷൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ഓക്കെ.